ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ബാംഗ്ലൂർ ഫോർട്ടിലാണ്. കെമ്പഗൗഡ 1537 നിർമ്മിച്ച എന്താ പറയുക ഫോർട്ടാണ്, മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഫോർട്ടാണ്. അപ്പോൾ അതിലെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് ഭാഗമാണ്. ഫസ്റ്റ് ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം. ചിത്രങ്ങളെല്ലാം ശിലാരൂപങ്ങളാണ്, കല്ലിൽ കൊത്തി നിർമ്മിച്ച ശിലാരൂപങ്ങൾ. ഓക്കെ, അപ്പോൾ മദ്ദളം കൊട്ടുന്ന സ്ത്രീ, പിന്നെ മയിൽ, ഡാൻസ് കളിക്കുന്നൊരു വനിത, ആന, ഇങ്ങനെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫോർട്ട് പണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ജയിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ജയിലാണിത്, പണ്ടത്തെ ജയിലാണ്, ഇരുട്ട് ജയിലാണ്. ഏത് യുദ്ധം എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ജയിലിലിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ജയിലിൻ്റെ ഒരു പ്രത്യേകത തന്നെ നോക്കൂ. ഉള്ളിലൊരു ജനലോ വാതിലോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒറ്റൊരു ചെറിയൊരു ഡോറ്, നമ്മൾ ജനലിൻ്റെ മാത്രം വീതിയുള്ള ഒരു ചെറിയൊരു ഡോറ് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. യുദ്ധസമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ഒരു ജയിലിലിട്ടിട്ടുണ്ട്. ചെറിയൊരു പ്രതിഷ്ഠ പുറത്ത് കൂടിയുണ്ട്. ഉള്ളിലൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു കോട്ടേൻ്റെ ഉള്ളിലൊരു ചെറിയൊരു അമ്പലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിന് പുറത്ത് ഒരു ചെറിയൊരു പ്രതിഷ്ഠ കൂടിയുണ്ട്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ വിശ്രമ കേന്ദ്രങ്ങളായിരിക്കാം, ഇരിക്കാനുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ളതൊക്കെ ആയിരിക്കാം. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കെമ്പഗൗഡ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ശിലാരൂപം അല്ലെങ്കിൽ ഈ ഒരു കോട്ട നമ്മുടെ ഹൈദരലിയാണ് ഏറ്റെടുക്കുകയും അതിൻ്റെ മണ്ണ് മാറ്റി കല്ലുകൊണ്ട്, ഇതുപോലുള്ള കല്ലുകൊണ്ട്, കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി അറിയണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. പിന്നീട് നമ്മളേക്ക് പോകുന്നത് ഒരു വലിയ കവാടത്തിനുള്ളിലേക്കാണ്. ഇതൊരു വലിയ കവാടമാണ്. ആ കവാടത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നല്ല മഴയുണ്ട്. മഴയത്ത് നിന്നാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് രണ്ട് ഭാഗത്തും വലിയ ജയിൽ വാതിലുകൾ കാണാൻ പറ്റും. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ ഒരു ഗുഹ പോലെ എന്തോ ഒരു സാധനമുണ്ട്. ഇതിനുള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൂടെ പോയാൽ നമ്മളിപ്പുറം തന്നെയാണ് ഗൈസ് എത്തുന്നത്. ഓക്കെ, നോക്ക്.